ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയ സീസണിലേക്ക് പ്രിപ്പറേഷനുകൾ തയ്യാറെടുക്കുമ്പോൾ പുതിയൊരു തട്ടിക്കൂട്ട് സീസൺ ആണെങ്കിലും ആരാധകരെ സമാധാനിപ്പിക്കാനാണോ അതോ നന്നായതുകൊണ്ടാണോ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തകൃതിയായിട്ടാണ് നീക്കങ്ങളെല്ലാം നടത്തുന്നത്? അതെ, കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് തകൃതിയായി കൊച്ചിയിലെ പരിശീലന സെക്ഷനുകൾ മുന്നോട്ട് പോവുകയാണ്. ഇന്നൊരു ഫ്രണ്ട്ലി മാച്ചും കളിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിലയേറിയ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. ഇന്ന് ഗോകുലം കേരള എഫ്സിക്കെതിരെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം. സോ ഞാൻ പറഞ്ഞില്ലേ, എന്തായിരുന്നു കഴിഞ്ഞ സീസൺ 100% ഷെയറും വിറ്റുകൊണ്ട് ഓടിപ്പോകാനുള്ള ശ്രമമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ. കാരണം അറിയാലോ, കഴിഞ്ഞ സീസൺ നിലത്ത് നിർത്തിയിട്ടില്ല ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനും ടീമിനെ, മാനേജ്മെന്റിന്. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് പോകാനുള്ള ശ്രമം നടത്തി നോക്കിയപ്പോഴത്തേക്കും വരുന്ന രക്ഷകനായി കല്യാൺ ചൗബെ. അണ്ണയുടെ കാട്ടപരാധങ്ങൾ അവിടെ തുടർന്നപ്പോൾ ഇവിടെ അപരാധത്തിൽ മുങ്ങി നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തീരുമാനിക്കുന്നു, വേണ്ട നമ്മള് പോകുന്നില്ല. അത് നേരെ AIFFന്റെ മണ്ടയ്ക്ക് കൊണ്ടിട്ട് നമ്മുടെ നീലായിട്ടായും ടീം രക്ഷപ്പെട്ടു. സോ ഇപ്പൊ ബ്ലാസ്റ്റേഴ്സ് എന്തായാലും മികച്ച ഒരു ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട്. വിദേശ താരങ്ങളെ എത്തിച്ചു, അവരെ ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ മികച്ച രീതിയിൽ പോകുമ്പോൾ ഗോകുലം കേരള എഫ്സിക്കെതിരെ ഇന്ന് മാച്ച് നടന്നിരുന്നു. സോ അതിന്റെ ലഭ്യമായ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. 1-0 ബ്ലാസ്റ്റേഴ്സ് മത്സരം വിജയിച്ചു. കളിയുടെ ഫസ്റ്റ് ഹാഫിൽ 0-0 ഡ്രോ ആയിരുന്നു. സെക്കൻഡ് ഹാഫിൽ അമാവിയുടെ ഗോളിലാണ് വിജയിച്ചത്. ലൈനപ്പ് ഏകദേശം ഇങ്ങനെയാണ്: സച്ചിൻ, ഹോർമി, സഹീഫ്, ഐവാൻ, അമൈ, റൗളിൻ, ബിബിൻ, കോറോ, പിന്നെ മാർലോൺ തുടങ്ങിയവരൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അണിനിരുന്നത്. സോ ഒരു ഫ്രണ്ട്ലി മാച്ചിൽ GKFC 1-0 ബ്ലാസ്റ്റേഴ്സ് അങ്ങ് വീഴ്ത്തി. അപ്പം രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ പോക്ക്. കിട്ടിയ ചീത്തപ്പേര് അവസാനിപ്പിക്കണം. കൂടാതെ പറ്റുമെങ്കിൽ ഷോർട്ട് ടൈമായി നടക്കുന്ന ലീഗിൽ ആ ചുളിവിൽ ആ കപ്പങ്ങ് നേരണം. എന്തായാലും അത് തന്നെ സംഭവിക്കട്ടെ. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെയും ലക്ഷ്യം സംഭവിക്കട്ടെ, ആരാധകരുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.